വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിലേക്ക് ഒഴുകിയെത്തിയത്. അതോടൊപ്പം തന്നെ കേരളത്തിനുള്ളിലും പല രാഷ്ട്രീയ പാർട്ടികളും പിരിവ് നടത്തി അവർക്ക് നൽകാനായി ജനങ്ങൾ അങ്ങോട്ട് തന്നെ നൽകുന്ന കാഴ്ചയും നാം കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെ സാധാരണക്കാരെ മുഴുവൻ ചതിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ. വലിയ അഴിമതി കഥകളാണല്ലോ പുറത്തു വരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ ഈ ദുരന്തത്തിനെ കച്ചവടവൽക്കരിക്കുമ്പോൾ, ദുരന്തം കച്ചവടം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ കച്ചവടം ചെയ്യുന്നവർക്ക് ലാഭമുണ്ടാകും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം ഈ മുണ്ടക്കൈ ചൂരൽമല, നമ്മുടെ വയനാട് ഉണ്ടായ ദുരന്തം എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷം ആ ദുരന്തമുണ്ടായ ദിവസം മുതൽ അവിടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളും അതുപോലെ തന്നെ സഹായം എത്തിക്കാൻ കഴിയുന്നവർ എല്ലാവരും ഇവിടെ വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. കേരളം ഒന്നടങ്കം അവിടേക്ക് സഹായങ്ങൾ ഒഴുക്കി എന്നാണ് പറയേണ്ടത്. അതുപോലെ കേരളത്തിന് പുറത്തു നിന്നും ധാരാളം സഹായം ലഭിച്ചു. പ്രധാനമന്ത്രി നേരിട്ട് അവിടെ വന്നു ഈ പരിക്കേറ്റവരെ സന്ദർശിച്ചു. അപകടത്തിന് ഇരയായ ആൾക്കാർക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും നൽകുമെന്ന് അറിയിച്ചു, ഒക്കെ ചെയ്തു. പട്ടാളം അവിടെ ഇറങ്ങി വളരെ പെട്ടെന്ന് അവിടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. അതുപോലെ സേവാഭാരതിയുടെ കാര്യം നമുക്കറിയാം. യൂത്ത് കോൺഗ്രസ്, DYFI എല്ലാവരും അവിടെ സജീവമായിരുന്നു അല്ലേ. നമ്മളവിടെ മനസ്സിലാക്കിയത്, കോൺഗ്രസ് ആദ്യം തന്നെ പ്രഖ്യാപിച്ചു ഒരു മണ്ഡലം, കേരളത്തിലെ ഒരു നിയോജക മണ്ഡലം ഒരു വീട് അവിടെ നിർമ്മിക്കും എന്നാണ്. അപ്പോൾ 140 നിയോജക മണ്ഡലങ്ങളിൽ ചേർന്ന് 140 വീടുകൾ, കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് 140 നിയോജക മണ്ഡലത്തിലുള്ളവർ ചേർന്ന് 140 വീടുകൾ അവിടെ നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ ശരിയായ വിധത്തിൽ ആരംഭിച്ചിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. സർക്കാരിൻ്റെ തന്നെ പല പുനരധിവാസ പദ്ധതികളും അവിടെ താളം തെറ്റി കിടക്കുകയാണ്. ഞാൻ ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ വിഷയം യൂത്ത് കോൺഗ്രസ് ആയതുകൊണ്ടാണ് ഞാൻ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഒരു ജില്ലയിൽ നിന്ന് ഏതാണ്ട് 10 ലക്ഷം രൂപ പിരിച്ചെടുക്കണം. പ്രവർത്തകർ, അവരുടെ അനുയായികൾ, അഭ്യുദയാകാംക്ഷികൾ ഒക്കെ ആയിട്ടുള്ളവരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നുമൊക്കെ ആയിട്ട് 10 ലക്ഷം രൂപ ഒരു ജില്ലയിൽ നിന്ന് പിരിച്ചെടുക്കണം എന്ന് പറഞ്ഞാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് അത് പ്രഖ്യാപിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അത് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ അതിനെ സംബന്ധിച്ചാണ് പല അഴിമതികളും നടന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പോൾ രാഹുൽ പറയുന്നത് ലഭിക്കേണ്ട പണം ലഭിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് പിരിവ് അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ രാഹുലിൻ്റെ തന്നെ ജില്ലയായ പത്തനംതിട്ടയിൽ നിന്ന് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ പറയുന്നത്, ഈ ജില്ലയിലേത് ഒരു അവിടെ 5 നിയോജക മണ്ഡലങ്ങളാണല്ലോ, ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് 2 ലക്ഷം രൂപ വെച്ച് ജില്ലയിൽ നിന്ന് 10 ലക്ഷം രൂപ കളക്ട് ചെയ്യാനാണ് നിശ്ചയിച്ചത്. അതിൽ 4 ലക്ഷം രൂപയെ വന്നിട്ടുള്ളൂ, ബാക്കി വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് ആദ്യഘട്ടത്തിൽ സമാഹരിച്ചാണ്. ബാക്കി ഇനി 6 ലക്ഷം കൂടെ സമാഹരിക്കാൻ വേണ്ടി ഉള്ള ശ്രമത്തിലാണ് എന്ന് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് ഈ പറയുന്നത്. പക്ഷേ സംസ്ഥാന വ്യാപകമായിട്ട് പിരിവ് നിർത്തിവെച്ചു എന്നാണ് രാഹുൽ പറയുന്നത്. ഈ ഒരു വൈജാത്യം, ഈ ഒരു വ്യത്യാസം ചൂണ്ടിക്കാണിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ രണ്ടുപേർക്കും ഇന്ന് കൃത്യമായൊരു മറുപടിയില്ല. ഒരാൾ പറയുന്നു ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടില്ല, ഒരാൾ പറയുന്നു ഇല്ല പിരിവ് നിർത്തി, ഇനിയിപ്പോൾ പിരിക്കേണ്ട കാര്യമില്ല, ആവശ്യത്തിനുള്ള തുക കിട്ടിക്കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഇതിലെന്താണ് സത്യം എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഈ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് പറയുന്നു പിരിവ് നടക്കാത്ത മണ്ഡലം കമ്മിറ്റികൾ ഉണ്ട് എന്ന് പറയുന്നു. ഇവിടെ എത്ര രൂപ പിരിച്ചു, എത്ര രൂപ വന്നു, അതിൽ എത്ര രൂപ നഷ്ടപ്പെട്ടു, ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായ ഒരു കണക്കും ഇല്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള വിഷയം. അപ്പോൾ മാധ്യമപ്രവർത്തകർ ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചെങ്കിലും ഈ കൃത്യമായ ഉത്തരം പറയാതെ ഇവരെല്ലാം ഒഴിഞ്ഞു മാറുകയാണ്. ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ. നമ്മൾ സർക്കാരിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ നമുക്കറിയാം, അവിടെ അനർഹരായ പലർക്കും സഹായധനം കിട്ടുന്നുണ്ട്.
ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവർ, അല്ലെ, വീട് നഷ്ടപ്പെട്ടിട്ട് വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്. അതുപോലെ നമുക്കറിയാം നൂറുകണക്കിന് മനുഷ്യരാണ് അവിടെ കൊല്ലപ്പെട്ടത് ആ ദുരന്തത്തിൽ. ഇനിയും മൃതദേഹങ്ങൾ കണ്ടെടുക്കാത്ത മൃതദേഹങ്ങൾ പോലുമുണ്ട്. പലരും അതിദാരുണമായിട്ട് മരിച്ച ആൾക്കാരുണ്ട്. കാരണം രാത്രി മഴ പെയ്യുന്നു, നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ രാത്രി പോയി നമ്മുടെ വീട്ടിൽ കിടക്കുന്നത്, വീട് ഒരു സുരക്ഷിതമായ താവളമാണ്, അല്ലേ, നമ്മുടെ ജീവനാവത്തില്ല, നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം എന്ന് പറഞ്ഞാണ് നമ്മൾ വീട്ടിൽ കിടക്കുന്നത്. അങ്ങനെ കിടന്നുറങ്ങിയവരാണ് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ അവർ ഇല്ലാതായി പോയത്, അല്ലേ, ജീവൻ നഷ്ടപ്പെട്ടത്. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് സഹായധനം കൃത്യമായിട്ട് എത്തിക്കാൻ സർക്കാരിൻ്റെ സംവിധാനത്തിന് തന്നെ സാധിച്ചോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഈ പറയുന്നത് പോലെ വീട് നഷ്ടപ്പെട്ടിട്ട് വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്. അവരുടെ വാടക കൃത്യമായിട്ട് സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞു. ഒരു കൃത്യതയും അതിനകത്തില്ല. എന്നാൽ വാടക ലഭിക്കുന്ന ആൾക്കാരുണ്ട്, അവർ വീട് നഷ്ടപ്പെട്ടവരാണോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ സോഷ്യൽ മീഡിയയിൽ അതിനെ സംബന്ധിച്ച ചില മാധ്യമങ്ങളിലുമൊക്കെ വാർത്ത വന്നു. CPM പതിവ് പോലെ ഇഷ്ടക്കാർക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ള തരത്തിൽ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട്. സത്യമാണോ കള്ളമാണോ എന്ന് നമുക്കറിയില്ല ഇപ്പോഴും. ഇതൊന്നും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ പോലും അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ലഭ്യമല്ല. എങ്കിലും പൊതുവെ അവിടുത്തെ ആൾക്കാർ വലിയ പ്രതിസന്ധി, ദുരന്തത്തിന് ഇരയായവർ വലിയ പ്രതിസന്ധി ഇപ്പോഴും നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. ബാങ്കിൽ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ നിധിയിൽ, ദുരന്ത നിവാരണ നിധിയിൽ കിടക്കുന്ന പണം എടുത്ത് ചെലവഴിക്കാൻ കോടതി പോലും പറഞ്ഞു. കേന്ദ്ര സർക്കാർ പറഞ്ഞു നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത്ര തുക നൽകിയിട്ടുണ്ട്. ഇപ്പോഴും പറയുന്നത് കേന്ദ്രം സഹായിച്ചില്ല. ഇവിടുന്ന് ഒരു കണക്ക് അങ്ങോട്ട് കൊടുത്തു, 2000 കോടിയുടെ സഹായം വേണം. കേന്ദ്രം പറഞ്ഞു അങ്ങനെ തരാൻ പറ്റില്ല, ഇതിനൊക്കെ കണക്കുണ്ട്, ഇത് ഓഡിറ്റിന് വിധേയമാണ്, അങ്ങനെ കണക്കില്ലാതെ അളവില്ലാതെ എടുത്ത് ചെലവഴിക്കാൻ പറ്റുന്നതല്ല കേന്ദ്ര ഫണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തതയോടുകൂടി അവതരിപ്പിച്ചാൽ. അപ്പോൾ പറയുന്നത് ഈ ഹെലികോപ്റ്റർ സേവനം കൊടുത്തു, അതിന് പണം വേണം, അതുപോലെ അരി കൊടുത്തു, അതിന് പണം വേണം. കുറച്ച് നാളുകളായി തന്നെ കേരളത്തിൽ അത് നാം കാണുന്നുണ്ടല്ലോ. സർക്കാരിന്റെ ഭാഗത്തായാലും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തായാലും ഇപ്പോൾ കേരളത്തിൽ ഇതിനു മുൻപ് പ്രളയം വന്നപ്പോഴും അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു കഷ്ടകാലം വരുമ്പോൾ ഈ പാർട്ടികളും സർക്കാരിൽ ആഘോഷമാക്കുകയാണ്. അവർക്കല്ലേ കുറച്ച് പൈസ കിട്ടാനുള്ള ഒരു വഴിയായി. ഇതൊരു മാർഗം, കേന്ദ്രത്തിൽ നിന്ന് കുറച്ച് പണം അടിച്ചു മാറ്റാനുള്ള ഒരു മാർഗം. നമുക്കറിയാം പണ്ട് ഞാനൊരു വാർത്ത വായിച്ചതാണ്. ഈ ഒരു കേന്ദ്രമന്ത്രി എറണാകുളത്ത് വന്നു. കേരളത്തിൽ മഴ പെയ്ത് വെള്ളപ്പൊക്കം ഒക്കെ സംഭവിച്ച് ഏതാണ്ട് 1-2 മാസം കഴിഞ്ഞാണ് ഈ മന്ത്രി ഇത് കാണാൻ വരുന്നത്. അപ്പോൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം അറിയാമല്ലോ, ഗംഗയൊക്കെ അങ്ങ് കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയ മാസങ്ങളോളം അങ്ങ് ഒഴുകും. അപ്പോൾ വലിയ നാശനഷ്ടങ്ങൾ മാസങ്ങളോളം നീണ്ടു നിൽക്കും. അപ്പോൾ അവർ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിലും പോയി ഇതൊക്കെ കണ്ടാൽ മതി. പക്ഷേ ഇവിടെ കേന്ദ്രമന്ത്രി വന്നപ്പോൾ കേരളത്തിൽ അങ്ങനെയല്ല, 4-ൻ്റെ ഒന്ന് വെള്ളം ഇറങ്ങും. അതാണ് കേരളത്തിലെ രീതി. അപ്പോൾ അന്ന് മുഖ്യമന്ത്രി K. കരുണാകരനാണ്. അപ്പോൾ അദ്ദേഹം ആകെ അന്തം വിട്ടു. അപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ ചോദിച്ചു, അല്ലേ ഇവർ ഈ കേന്ദ്രമന്ത്രി വന്നാൽ നമ്മളിപ്പോൾ എവിടെ കൊണ്ടുപോയി വെള്ളം കാണിക്കും, വെള്ളമൊക്കെ വറ്റി വരൾച്ചയായി കേരളത്തിൽ. അദ്ദേഹം പറഞ്ഞു വിഷമിക്കേണ്ട, ആ കേന്ദ്രമന്ത്രിയെ ഹെലികോപ്റ്ററിൽ കയറ്റി കരുണാകരനും കൂടെ കയറിയിട്ട്, മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം കൂടെ കയറിയിട്ട് നേരെ കൊണ്ടുവന്ന് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് പ്രദേശം മുഴുവനും കാണിച്ചു. ഈ കുട്ടനാട് കണ്ട് മന്ത്രി ആകെ അന്തം വിട്ടു. എന്ന് വെച്ചാൽ ആകെ വെള്ളമല്ലാതെ ഒന്നുമില്ല അവിടെ. അപ്പോൾ അദ്ദേഹം കേരളം വലിയ ദുരന്തത്തിലൂടെയാണ് കടന്നു പോയതെന്നും പറഞ്ഞ് അദ്ദേഹം തിരിച്ചു പോയിട്ട് വലിയ സഹായധനം, അർഹിക്കുന്ന സഹായധനം അനുവദിച്ചു എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെയൊക്കെ വാർത്തകളും ട്രോളുകളും ഇറങ്ങുന്നുണ്ട്. എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രി ലീഡർ K. കരുണാകരൻ അതീവ സൂത്രശാലിയാണ്. അദ്ദേഹം അതും ചെയ്യും, അതിലപ്പുറവും ചെയ്യും. അർഹമായത് വാങ്ങിച്ചെടുക്കാനുള്ള മിടുക്കും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കേന്ദ്രം കണക്ക് ചോദിച്ചാൽ കണക്ക് കൊടുക്കില്ല. കേന്ദ്രം പറയുന്നത് നിങ്ങൾ ഈ ഹെലികോപ്റ്റർ സഹായം, അതിന് നിങ്ങൾ ഇന്ന പേപ്പർ ഒന്ന് ഒപ്പിട്ട് തന്നാൽ മതി, ഞങ്ങളത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലേക്ക് ഞങ്ങളത് വകമാറ്റിക്കൊള്ളാം. അത് കേരളം ഒരു കാര്യവും അങ്ങനത്തത് ചെയ്യില്ല. ധാർഷ്ട്യമാണ്. എന്ന് വെച്ചാൽ നിങ്ങളെങ്കിൽ തരിക, ഞങ്ങൾ ചെലവഴിച്ചുകൊള്ളും. ഇത് കേരളത്തിലെ ഭരണപക്ഷത്തിനുമുണ്ട് പ്രതിപക്ഷത്തിനുമുണ്ട്. അവർക്ക് മുമ്പൊന്നും ഇത് കോൺഗ്രസ് സർക്കാരുകൾ ഭരിച്ചിരുന്ന കാലത്ത് ഈ കണക്കും വഴക്കും ഒന്നുമില്ല. ചോദിച്ചാൽ തിരിച്ച് അരി എത്രയെന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയും. അതുകൊണ്ട് മൻമോഹൻ സിംഗിനെ പോലെയൊക്കെയുള്ള പാവപ്പെട്ട പ്രധാനമന്ത്രിമാർ വലിയ ബഹളത്തിനൊന്നും നിൽക്കില്ല.
എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും 4 കത്തുകളൊക്കെ എഴുതും, എങ്ങനെയെങ്കിലുമൊക്കെ അത് എഴുതി തള്ളും, അത് അവിടെ നിൽക്കും. ഇപ്പോൾ അതൊന്നും നടക്കില്ല. നരേന്ദ്രമോദി, അമിത്ഷായും രാജ്നാഥ് സിംഗും ഒന്നും അങ്ങനത്തെ ആൾക്കാരല്ല. അവർ വളരെ കൃത്യമായിട്ട് പ്രതിരോധ വകുപ്പിൽ നിന്ന് ഹെലികോപ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദുരന്ത നിവാരണ വകുപ്പിൽ നിന്ന് അതിനുള്ള മറുപടി പോകണം. പ്രതിരോധ വകുപ്പ് അതിൻ്റെ തുക ഇത്രയായി എന്ന് പറഞ്ഞാൽ അത് ദുരന്ത നിവാരണ വകുപ്പാണ് ക്ലിയർ ചെയ്യേണ്ടത്. അത് ക്ലിയർ ചെയ്യണമെങ്കിൽ കേരളത്തിൻ്റെ മറുപടി കിട്ടണം. ഈ മറുപടി ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ദുരന്ത നിവാരണ വകുപ്പിന് പണം അടയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രതിരോധ വകുപ്പിലേക്ക് അതിൻ്റെ ചിലവ് നീക്കി വെക്കാൻ സാധിക്കില്ല. ഇതിനൊക്കെ കണക്കുള്ളതല്ലേ. അവിടെ ഞങ്ങളിത് ചെയ്യില്ല, ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് മറുപടി പറഞ്ഞാൽ എന്താണ്? ഇത് ആരെ പറ്റിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ഇത് കേരളത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ മുഴുവൻ കാര്യത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നോക്കൂ, സേവാഭാരതി അവിടെ വലിയ സേവനം ചെയ്തു. എത്ര വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്, എന്തെല്ലാം സേവന പ്രവർത്തനങ്ങൾ ചെയ്തു. വല്ല അസ്വാരസ്യമുണ്ടോ? നാട്ടിൽ ആരെങ്കിലും പറയുന്നത് കേട്ടോ സേവാഭാരതി അഴിമതി നടത്തി, സേവാഭാരതി പിരിവ് നടത്തി? സേവാഭാരതി എവിടെ പിരിച്ചു, എത്ര പിരിച്ചു? അതിനൊക്കെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. പിന്നെ വലിയ CSR ഫണ്ടുകളൊക്കെ ഉണ്ട്. അതുപയോഗിച്ച് അവർ കൃത്യമായിട്ട് ചെയ്യുന്നു. അവിടെ സേവനം ചെയ്യാൻ പോയ ആൾക്കാർ കൃത്യമായിട്ട് സൈക്കിള് കറക്റ്റായിട്ട് ഒരു ടീം പോയി അവർ ചെയ്തു തിരിച്ചു വന്നു, അടുത്ത വേറൊരു ടീം പോകുന്നു, അവർ ചെയ്തു തിരിച്ചു വരുന്നു. വളരെ കൃത്യമാണ് ഇതെല്ലാം നടക്കുന്നത്. അതിനൊന്നും അവിടെ ഒന്നും ഒരു പരാതിയും കേൾക്കുന്നില്ല. അത് കേരളത്തിലുള്ള ഒരു മാറ്റവും കൂടിയാണ്. സേവാഭാരതി ഒരു മാതൃകയാകുന്നത് അങ്ങനെയാണ്. അതേസമയം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചും DYFIയെ സംബന്ധിച്ചും സർക്കാരിൻ്റെ കാര്യങ്ങളിൽ പോലും വലിയ പിഴവുകൾ വരുന്നു. ഇതിൻ്റെ പുറകിൽ അഴിമതി ആരോപണങ്ങൾ ഉയരുന്നു. ഇത് കേരളത്തിന് വലിയ നാണക്കേടാണ്. സർക്കാരും നമ്മുടെ മലയാളികൾക്കും ഒരുപോലെ നാണക്കേടുണ്ടാക്കുന്നതാണ് ഇതെല്ലാം. അവരറിഞ്ഞ് പെരുമാറട്ടെ. ഇത്തരം കാര്യങ്ങൾ കുറെ കൂടെ സുതാര്യമായി കണക്കുകളെല്ലാം പുറത്തുവിട്ട് വ്യക്തതയോടുകൂടി, ധാർഷ്ട്യം കാണിക്കാതെ, അഹങ്കാരത്തോടു കൂടി അല്ലാതെ നല്ല ഭാഷയിൽ, നല്ല സംവിധാനത്തിൽ മുന്നോട്ട് പോയാൽ കേരളത്തിന് നല്ലത്.